ഫ്യൂച്ചർ ഹസ്ബൻഡിന് ഇവിടെ തന്നെ ആവും. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ വിദേശത്ത് പറയുന്ന പേരാണ് പാപ്പരാസി. അയ്യോ, അത് വല്ലാത്തൊരു അടച്ചാക്ഷേപികളായി പോയി. വാരവിചാരത്തിന്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ജൂൺ 6-നാണ് മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ സലീം കുമാർ നമ്മളോട് വിട പറഞ്ഞത്. സലീം കുമാറിന്റെ വിയോഗത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ച കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവും വളരെയധികം ചർച്ചയായി. മരണവീടുകളിലും കല്യാണ വീടുകളിലും എന്ന് വേണ്ട മനുഷ്യർ ഒത്തുകൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും സിവിക് സെൻസ് ഇല്ലാതെയും ഇൻസെൻസിറ്റീവായും ഒക്കെ ഇടപെടുന്ന, അങ്ങനെ ഏത് വിധേനയും കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്ന ചില മാധ്യമങ്ങളെ സംബന്ധിച്ച ചർച്ചയായിരുന്നു ആ ചർച്ച. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ തന്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ വളരെ ഇൻസെൻസിറ്റീവായി വളരെ മോശമായി പെരുമാറിയ മീഡിയക്കെതിരെ സലീം കുമാറിന്റെ മകനും നടനുമായ ചന്തുവിനെ പബ്ലിക്കായി തന്നെ പ്രതികരിക്കേണ്ടി പോലും വന്നു. ഔചിത്യബോധമോ സിവിക് സെൻസോ ഇല്ലാത്ത ഓൺലൈൻ മീഡിയക്കെതിരായ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഉയർന്നു വന്നത്. ഈ ചർച്ചകളിലെല്ലാം പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അധമ കൂട്ടത്തെ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടത് നാടിന്റെ ആവശ്യമാണ്. പക്ഷേ അത് മാത്രമാണോ വിഷയം? വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഇരപിടിയന്മാരെ പോലെ ചൂഴ്ന്നിറങ്ങുന്ന കല്യാണ വീടായാലും മരണ വീടായാലും അങ്ങനെ മറ്റെന്ത് പരിപാടിയായാലും ക്ഷണിക്കാതെ തന്നെ അവിടെ ചെന്ന് ഇൻസെൻസിറ്റീവായും സിവിക് സെൻസ് ഇല്ലാതെയും പെരുമാറുന്നത് നമ്മുടെ നാട്ടിലെ ഓൺലൈൻ മീഡിയകൾ മാത്രമാണോ? എവിടെയും എങ്ങനെയും കയറി ചെല്ലാമെന്നും അങ്ങനെ കയറി ചെന്ന് എങ്ങനെ വേണമെങ്കിലും ഇടപെടാമെന്നൊക്കെ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന ഊളത്തരം എന്നൊക്കെ ലിറ്ററലി വിളിക്കാവുന്ന തരത്തിലുള്ള വാർത്തകൾ, തലക്കെട്ടുകൾ നൽകുന്ന, നേരത്തെ പറഞ്ഞ പോലെ ടിപ്പിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതി, കണ്ടന്റ് ഉണ്ടാക്കി വിട്ടാൽ മതി എന്ന മനോഭാവമുള്ളത് ഓൺലൈൻ നീലക്കുയിലുകൾക്ക് മാത്രമാണോ? അല്ലേ അല്ല. എന്നാൽ ശ്രീ സലീം കുമാറിന്റെ വീട്ടിൽ നടന്ന ഈ സംഭവത്തെ മുൻനിർത്തി ഇത്തരം വിഷയങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തി ജനങ്ങളുടെ രോഷം മുഴുവൻ അവരിലേക്ക് മാത്രമാക്കി തിരിച്ചുവിടാനാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീം മീഡിയ കഴിഞ്ഞയാഴ്ച ശ്രമിച്ചത്. അതിനുവേണ്ടി അവർ പ്രൈം ടൈം ചർച്ചകളും സ്പെഷ്യൽ സ്റ്റോറികളും ഉൾപ്പെടെ ചെയ്തു. കുയിലുകളോ കാക്കക്കൂട്ടമോ എന്ന തലക്കെട്ടിൽ 24 ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹിം എൻകൗണ്ടർ ചർച്ച നടത്തി. കുയിലുകളെ കൂട്ടിലാക്കണ്ടേ എന്ന ഹെഡ്ലൈനിൽ മാതൃഭൂമിയും പ്രൈം ടൈമിൽ അവരുടെ ഡിബേറ്റ് അവർ സംഘടിപ്പിച്ചു. എൻകൗണ്ടർ ചർച്ച പോരാ എന്ന് തോന്നിയിട്ടായിരിക്കണം ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ പരിപാടി ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ പോലും കണ്ടന്റ് ആണോ എല്ലാം എന്ന തരത്തിൽ എന്ന തലക്കെട്ടിൽ ഇതേ വിഷയത്തിൽ മറ്റൊരു വലിയ ചർച്ച അവർ സംഘടിപ്പിച്ചു. മറ്റു ചാനലുകളും ഇതേ വിഷയത്തിൽ സമാനമായിട്ടുള്ള സ്റ്റോറികളും റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് ഈ ഓൺലൈൻ മീഡിയ ആണ് പ്രശ്നം എന്ന തരത്തിലുള്ള രംഗം അവർ കൊഴുപ്പിച്ചു. വാരവിചാരത്തിന് ഈ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായമാണുള്ളത്. ഇന്ന് ഈ നീലക്കുയിലാദി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ വിഹരിക്കാൻ തക്കവണ്ണമാക്കി ഈ പൊതുപരിസരത്തെ, കേരളത്തിലെ പൊതുപരിസരങ്ങളെ മാറ്റിയെടുത്തതിൽ നമ്മുടെ മെയിൻ സ്ട്രീം നീലക്കുയിലുകൾക്കും വലിയ പങ്കുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, ഈ വാർത്താ അവതാരകർ തങ്ങൾ ഓണയറിലാണെന്ന് അറിയാതെ അബദ്ധത്തിൽ പാട്ടൊക്കെ പാടി അമളി പറ്റിയിരുന്ന ആ കാലം ഓർമ്മയില്ലേ? ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി. ന്യൂസ് ഫ്ലോറിലെ പാട്ടുപാടൽ അബദ്ധമായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ന്യൂസ് ഫ്ലോറിലിരുന്ന് ഓണയറിൽ വാർത്താ അവതാരകർ സീരിയസ് ആയിട്ട് തന്നെ പാട്ടുപാടുന്ന ലെവലിലേക്ക്, ആ അശ്ലീല കാഴ്ചയിലേക്ക് വാർത്താ മാധ്യമ സംസ്കാരത്തെ കൊണ്ടുചെന്നെത്തിച്ചതിൽ ഈ മുഖ്യധാരക്കാർക്ക് പങ്കൊന്നുമില്ലേ? പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴക് വിരിഞ്ഞൊരു വർണ്ണമഴ. ശ്രീ സലീം കുമാറിന്റെ വീട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ കാണിച്ചു കൂട്ടിയ തിക്കും തിരക്കും ബഹളവുമെല്ലാം മാത്രമാണോ വിഷയം? ഇതേ മരണ വീടുകളിൽ മുഖ്യധാര കോലുപിടുത്തക്കാർ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചുമൊക്കെ തങ്ങൾ ഏറ്റവും വൾണറബിൾ ആവുന്ന മൊമെന്റാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം. സ്വസ്ഥമായിട്ടൊന്ന് ഗ്രീവ് ചെയ്യാൻ, പറ്റുമെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് പൊട്ടിക്കരയാൻ കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാം ആഗ്രഹിക്കുന്ന സമയം. അവിടേക്ക് കയറി ചെന്ന് കരച്ചിൽ നിറഞ്ഞ ഫ്രെയിമുകളും വിതുമ്പലുകളും ദുഃഖസാന്ദ്രമായ അന്തരീക്ഷവും ക്യാമറയിൽ ഒപ്പിയെടുത്ത് BGM ഇട്ട് വിൽക്കാൻ വെമ്പുന്ന മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഓൺലൈൻ മാധ്യമങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ എന്ത് യോഗ്യതയുണ്ട്? ശ്രീനിവാസന്റെ തന്നെ സംസ്കാര വേളയിലെ തിരക്കിനിടയിൽ ക്യാമറയും തൂക്കി പിടിച്ചിട്ടുള്ള ഓൺലൈൻ മീഡിയയുടെ അല്ല, മെയിൻ സ്ട്രീം മീഡിയക്കാരുടെ ബഹളമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ചുറ്റുപാടും ഒക്കെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കേണ്ട സമയം ഏറെ വൈകി. ഇത് മാത്രമല്ല, മരണവേദികളിലെ മെയിൻ സ്ട്രീം മീഡിയക്കാരുടെ അഴിഞ്ഞാട്ടങ്ങൾ കാണാൻ ആരാണോ മരണപ്പെട്ടത് ആ പേര് പ്ലസ് ന്യൂസ്, ഉദാഹരണത്തിന് ഇന്നസെന്റ് ഡെത്ത് പ്ലസ് ന്യൂസ് അല്ലെങ്കിൽ ശ്രീനിവാസൻ ഡെത്ത് ന്യൂസ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ
ഇതുപോലുള്ള 100 കണക്കിന് ഇരപിടിയൻ ക്യാമറ ആംഗിളുകളും നീലക്കുയിലിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രധാന മാധ്യമങ്ങളുടെ ഊളത്തരങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പാപ്പരാസി പണി തുടങ്ങി വെച്ചതേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളാണ്. തുടങ്ങി വെച്ചത് മാത്രമല്ല, ഇപ്പോഴും ഈ പാപ്പരാസി പണി, ഈ ഓൺലൈൻ മീഡിയ ചെയ്യുന്ന പാപ്പരാസി പണിയേക്കാൾ വൃത്തിക്ക് ഈ പാപ്പരാസി പണി എടുക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. മരണ വീടുകളിലെ മാധ്യമങ്ങളുടെ പെരുമാറ്റങ്ങൾ മാത്രമല്ല, തങ്ങളുടെ മുൻപിൽ വരുന്ന ആളുകളോട്, അതിഥികളോട് മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളിലെ പാപ്പരാസി മനോഭാവവും പല സന്ദർഭങ്ങളിലായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പേഴ്സണൽ കാര്യം ചോദിക്കട്ടെ, ഒരു കല്യാണമൊക്കെ വേണ്ടേ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ വിദേശത്ത് പറയുന്ന പേരാണ് പാപ്പരാസി. പാപ്പരാസിയാണോ? അയ്യോ, അത് വല്ലാത്തൊരു അടച്ചാക്ഷേപിക്കലായി പോയി. ഭയങ്കര ആക്ഷേപിക്കലായിപ്പോയി. ശ്രീ ചാണ്ടി ഉമ്മന്റെ മറുപടി ഇത്തരത്തിൽ മാത്രമാക്കി ഒതുക്കിയത് ആ ചോദ്യം ചോദിച്ച അവതാരകയുടെ ഭാഗ്യമാണെന്ന് കരുതേണ്ടി വരും. അവരുടെ കുടുംബജീവിതത്തിന്റെ അവസ്ഥയെപ്പറ്റി വെറുതെ ഒരു മറുചോദ്യം ശ്രീ ചാണ്ടി ഉമ്മൻ ചോദിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നേനെ. ഇതെല്ലാം തീർത്തും ഒരു വ്യക്തിയുടെ, ഒരാളുടെ വ്യക്തിപരതയും പേഴ്സണൽ സ്പേസുമാണെന്ന് എന്നാണ് ഇവരൊക്കെ തിരിച്ചറിയുക? അയ്യപ്പനും കോശിയും സിനിമ സംവിധാനം ചെയ്ത ശ്രീ സച്ചി മരിച്ചതിന് ശേഷം ഗായിക നഞ്ചി അമ്മയെ ഫോൺ വിളിച്ച് പരമാവധി അവരെ കരയിപ്പിക്കാൻ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചതൊക്കെ നിങ്ങളിൽ പലർക്കും ഓർമ്മ കാണും. അതൊക്കെ പിന്നെയും പോട്ടേന്ന് വെക്കാം. കഴിഞ്ഞ വർഷം കേരള സ്കൂൾ കലോത്സവത്തിന് മത്സരിക്കാനെത്തിയ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് തങ്ങളുടെ കൂട്ടത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെയും കൂടി ചേർത്ത് ഒരു ഫ്ലേട്ടിംഗ് ടൈപ്പ് വീഡിയോ ചിത്രീകരിച്ച് ഒടുക്കം പോക്സോ കേസ് ഏറ്റുവാങ്ങിയ റിപ്പോർട്ടർ ചാനലിനെ പറ്റി, ആ സിറ്റുവേഷനെ പറ്റി, ആ വാർത്തയെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇനിയും പറയാൻ നിരവധിയുണ്ട്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുന് വേണ്ടി എന്ന വ്യാജേന റേറ്റിംഗിനും ചീപ്പ് പബ്ലിസിറ്റിക്കും വേണ്ടി അവിടെ കിടന്ന മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയതും, വയനാട് ചൂരൽമല ദുരന്ത സമയത്ത് പച്ച ശവം തിന്നാൻ വെമ്പുന്ന കഴുകന്മാരെ പോലെ ചൂരൽമലയിൽ OB വാനുകൾ ഇങ്ങനെ തമ്പടിച്ചതും, അങ്ങനെ തുടങ്ങി ഈ വീഡിയോയിൽ മാത്രം പറഞ്ഞുൾക്കൊള്ളിക്കാൻ കഴിയാത്ത അത്രയും ഇൻസെൻസിറ്റീവായുള്ള കണ്ടന്റുകൾ മുഖ്യധാര മാധ്യമങ്ങൾ ദിവസേന പടച്ചുവിടുന്നുണ്ട്. ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങളെ വെള്ള പൂശാനല്ല ഇതൊന്നും ഞാനിങ്ങനെ പറഞ്ഞത്. മഞ്ഞ മാധ്യമങ്ങളെ അവരർഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു വിടണം. എന്നാൽ പൊതുസമൂഹത്തിൽ ഇത്രമാത്രം ജനസമ്മിതിയുള്ള, വിശ്വാസയോഗ്യതയുള്ള നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയ്ക്കാണ് ഏത് അളവുകോലെടുത്ത് നോക്കിയാലും ഈ വിഷയത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളുടെ നീലക്കുയിലാദി മാധ്യമ പ്രവർത്തനങ്ങൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കാണിക്കാനാകും. അവസാനമായി ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മീഡിയ ഹൗസുകൾ എത്രമാത്രം ദ്രോഹമാണ് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നതെന്ന് ഈ ഡാറ്റ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്ന ഏഷ്യൻ ഫെഡറേഷൻ ഓഫ് സൈക്കാട്രിക് അസോസിയേഷൻ എന്ന പേരുള്ള ഒരു പ്രധാനപ്പെട്ട സംഘടനയുണ്ട്. ആ സംഘടന 2021 നടത്തിയ ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ പഠനം നടന്ന കാലയളവിൽ കേരളത്തിൽ നടന്ന ആത്മഹത്യകളെ സംബന്ധിച്ച വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നതായിരുന്നു അവരുടെ, ഈ സൈക്കാട്രിക് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട പഠന വിഷയം. ആ പഠനത്തിന്റെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്, ആശങ്കയുളവാക്കുന്നതാണ്. പഠന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുൻപ് അതിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ആത്മഹത്യയെ സംബന്ധിച്ച വാർത്തകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യരുത് എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഗൈഡ് ലൈൻ WHO, ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണത്. ആത്മഹത്യ കുറിപ്പിനുള്ളിലെ ഭാഗങ്ങൾ വാർത്തയിൽ കൊടുക്കാൻ പാടില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാൻ പാടില്ല. ആത്മഹത്യ ചെയ്ത സ്ഥലം, ആത്മഹത്യ ചെയ്ത രീതി, യഥാർത്ഥ ഫോട്ടോകൾ, ഇതൊന്നും വാർത്തകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ വിശദമായി തന്നെ പറയുന്നതാണ് ഈ WHO ഈ ഗൈഡ് ലൈൻ. ഇതൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ലോകാരോഗ്യ സംഘടന മാധ്യമങ്ങൾക്കുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പ്രത്യേകമുള്ള കാരണമുണ്ട്. ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതയ്ക്ക് സൈക്കോളജിക്കലി തന്നെ ഒരു പകർച്ചവ്യാധിയുടെ എലമെന്റ് ഉണ്ട്. വെർദർ ഇഫക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാനസിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇത്തരം വാർത്തകൾ, ഈ ആത്മഹത്യ സംബന്ധിച്ച നേരായ രീതിയിലല്ലാത്ത വാർത്തകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ ആത്മഹത്യയാണ് എല്ലാത്തിനും പരിഹാരം എന്ന് തോന്നാം. ആത്മഹത്യയെ കൃത്യമായും നിരുത്സാഹപ്പെടുത്തുന്ന ഭാഷയിലല്ല ആ ആത്മഹത്യ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ ആ ഒരൊറ്റ വാർത്തയുടെ ഇമ്പാക്റ്റ് കൊണ്ട് ആ വാർത്ത കേൾക്കുന്ന ആളും ചിലപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാം. ഈ ഒരു സോഷ്യൽ സിറ്റുവേഷനെയാണ് വെർദർ ഇഫക്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗൊയത്തെ എന്ന എഴുത്തുകാരന്റെ ദ സോറോസ് ഓഫ് യങ് വെർദർ എന്ന പുസ്തകം വായിച്ച് ജീവനൊടുക്കിയവർ നിരവധിയുണ്ട്. ആ പുസ്തകവും ആ പുസ്തക വായനയെ തുടർന്നുണ്ടായിട്ടുള്ള ആത്മഹത്യകളുമാണ് ഈ വെർദർ എഫക്റ്റ് എന്നുള്ള ആ പ്രതിഭാസം കൂടുതൽ സമൂഹത്തിൽ ചർച്ചയാക്കിയത്. അതുമാത്രമല്ല, പത്രങ്ങളിലെ ഫ്രണ്ട് പേജ് സൂയിസൈഡ് സ്റ്റോറീസ് കണ്ട് ആത്മഹത്യ ചെയ്ത ആളുകൾ ഉൾപ്പെടെയുള്ള സംബന്ധിച്ച പഠനങ്ങളും മറ്റും ആത്മഹത്യ വാർത്തകൾ സോഷ്യലി കോണ്ടേജിയസ് അഥവാ ആത്മഹത്യ പ്രവണത പകർച്ചവ്യാധി പോലെ ആളുകളെ ബാധിച്ചേക്കാം എന്ന വാദത്തെ, എന്ന പഠനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ, നേരായ വഴിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആത്മഹത്യയെ സംബന്ധിച്ച വാർത്ത ഒരുപാട് പേരിൽ ആത്മഹത്യ പ്രവണത ഉണ്ടാക്കിയേക്കാം എന്ന് ചുരുക്കം. നമുക്ക് തിരിച്ച് കേരളത്തിലെ മീഡിയയുടെ സൂയിസൈഡ് ന്യൂസ് റിപ്പോർട്ടിങ്ങളെ പറ്റിയിട്ടുള്ള ആ സ്റ്റഡിയിലേക്ക് തിരിച്ചു വരാം. നേരത്തെ പറഞ്ഞ ഏഷ്യൻ ഫെഡറേഷൻ ഓഫ് സൈക്കാട്രിക് അസോസിയേഷന്റെ പഠനങ്ങൾ പ്രകാരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത
377 ആത്മഹത്യാ വാർത്തകളിൽ 93.9% വാർത്തകളിലും മരണപ്പെട്ടയാളുടെ പേര് റിവീൽ ചെയ്തിരുന്നു. 93.6% പേരുടെ പ്രായവും 88.9% വാർത്തകളിലും ആത്മഹത്യ ചെയ്ത ആളുടെ സ്ഥലവും ഡീറ്റെയിൽസും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. 37.7% വാർത്തകളിലും ആ മരണപ്പെട്ടയാളുടെ ഫോട്ടോയും 93.1% വാർത്തകളിൽ ആ വ്യക്തി എങ്ങനെയാണ് ദ മെത്തേഡ് ഓഫ് സൂയിസൈഡ്, എങ്ങനെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്നുൾപ്പെടെ വിശദീകരിച്ചിരുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലരും കരുതും ഇപ്പോൾ വിശദീകരിച്ച ഈ പഠന റിപ്പോർട്ട് 2021 അല്ലേ എന്ന്. ഇത് 2 ദിവസം മുൻപ്, അതായത് ജൂൺ 15 മാധ്യമം പത്രത്തിന്റെ ഓൺലൈനിൽ കൊടുത്ത വാർത്തയാണ്. മരിച്ചയാളുടെ പേരും ജാതകവും മരിച്ച രീതിയും തുടങ്ങി ഒരു കൗതുക വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ലാഘവത്തിലാണ് മാധ്യമം പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന വാർത്തകൾ കഴിഞ്ഞ ആഴ്ചകളിലോ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളാണ്, പഴയതല്ല എന്നർത്ഥം. മുഖ്യധാര മാധ്യമങ്ങളോട് ഭാരവിചാരത്തിന് പറയാനുള്ളത് ഇതാണ്: നിങ്ങളൊരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്. AR, VR, XR ന്യൂസ് ഫ്ലോറുകളിലിരുന്ന് പലപ്പോഴും നീലക്കുയിലിന്റെ അതേ പണി തന്നെയാണ് നിങ്ങളും എടുക്കാറുള്ളത്. വെറും 15,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ഈ അശ്ലീല നാടകങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരും എന്ന് പ്രതീക്ഷയുള്ളതെന്ന് പറയുന്നൊന്നുമല്ല. ഇതൊക്കെ ഡെയിലി കാണേണ്ടി വരുന്ന ഒരു ശരാശരി പ്രേക്ഷകനെ ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്. വാരവിചാരത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവരോടാണ്. കഴിഞ്ഞ ആഴ്ചയിലെ വാരവിചാരത്തിൽ നമ്മൾ ഓരോ ആഴ്ചയിലെയും പ്രത്യേക മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മാധ്യമ പ്രവർത്തന പുരസ്കാരത്തിന് പറ്റിയ ഒരു പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് വ്യൂവേഴ്സിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പലരും കമൻറ്റ് ചെയ്ത്, നിങ്ങൾ പലരും പ്രതികരിച്ചത്. നിങ്ങളുടെ സമയവും എഫേർട്ടൊക്കെ എടുത്ത് പേരുകൾ നിർദ്ദേശിക്കാൻ നിങ്ങൾ തയ്യാറായതിൽ വാരവിചാരത്തിന്റെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മൊത്തത്തിൽ കൊള്ളാവുന്ന 40-ലധികം പേരുകളാണ് നമ്മുടെ പ്രത്യേക മാധ്യമ പുരസ്കാരത്തിനിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലരും പേരായിട്ട് നിർദ്ദേശിച്ചത്. അതിൽ കുറേ പേരുകൾ വളരെ ഇൻട്രസ്റ്റിങ്ങും ക്രിയേറ്റീവ് ആയിരുന്നു. പക്ഷേ എങ്ങനെയാലും നമുക്ക് ഒരെണ്ണം മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവസാനം ഞാനൊരു പേര് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യപ്പെട്ട പേര് നിർദ്ദേശിച്ച ആളിൻ്റെ പ്രൊഫൈൽ ഇതാണ്. സെലക്ട് ചെയ്ത പേര് മാപ്രയുടെ തമ്മ പുരസ്കാരം. പേര് സജസ്റ്റ് ചെയ്ത പിള്ളേച്ചൻ റേഷൻ ഷോപ്പ് ഓണർക്ക് ബഹുത്ത് നന്ദി. താങ്കൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ താങ്കളുടെ ഇമെയിൽ ഐ ഡി ആയിട്ട് കമന്റ് ആയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ താങ്കൾക്കുള്ള സമ്മാനം കൊറിയറായിട്ട് ഞാൻ അയക്കാം. പേര് നിർദ്ദേശിച്ച എല്ലാവർക്കും വാരവിചാരത്തിന്റെ പ്രത്യേക നന്ദിയും സ്നേഹവും. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ വാരവിചാരത്തിന്റെ പ്രത്യേക മാപ്രയുടെ തമ്മ പുരസ്കാരം കരസ്ഥമാക്കിയത് 2 പേരാണ്. 2 പേര് ഇങ്ങനെ പങ്കിട്ടെടുക്കുകയാണ്. ഒന്ന് മാതൃഭൂമി ന്യൂസ് ചാനലാണ്, 2 മാതൃഭൂമിയുടെ റിപ്പോർട്ടറായ AK സ്റ്റെഫിൻ എന്ന മാധ്യമ പ്രവർത്തകനാണ്. ആനവണ്ടിയിലെ ആനക്കൊള്ള എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ LDF സർക്കാർ KSRTC ബസ്സുകൾ വാങ്ങിയതിൽ അഴിമതി എന്നാരംഭിച്ചാണ് മാതൃഭൂമിയിൽ ഈ AK സ്റ്റെഫിൻ അന്വേഷണാത്മക ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത്. ആ വാർത്ത മാതൃഭൂമിയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും തുടങ്ങി അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ലക്ഷോപലക്ഷം ആളുകളാണ് കണ്ടത്. ഒരേ ദിവസം KSRTC വാങ്ങിയ 2 വണ്ടികൾക്ക്, ഒരേ മോഡലായ 2 വണ്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള തുക KSRTC കൊടുത്തു എന്നതായിരുന്നു അതിലെ ആ വാർത്തയുടെ പ്രധാനപ്പെട്ട ക്രക്സ്. സോ അതിൽ അഴിമതിയുണ്ട് എന്നതാണ് AK സ്റ്റെഫിനും മാതൃഭൂമിയും പറയാൻ ശ്രമിച്ചത്. പക്ഷെ വാർത്ത കണ്ടപ്പോൾ തന്നെ ആ വാർത്തയിൽ എന്തോ ഒരു പന്തികേടുള്ള പോലെ വ്യക്തിപരമായിട്ട് എനിക്കും തോന്നിയിരുന്നു. മാതൃഭൂമി ഈ വിഷയം വലിയ വാർത്തയായിട്ട് കൊടുത്തെങ്കിലും അതിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിട്ട് പോലും മറ്റ് മാധ്യമങ്ങൾ ആരും ഈ വിഷയം, ഈ വാർത്ത ഏറ്റെടുത്തായിട്ട് കണ്ടില്ല. അപ്പോൾ ഈ സംശയം ഇരട്ടിപ്പിച്ചു, ഇത് സത്യം തന്നെയാണോ, ഈ വാർത്ത വ്യാജമാണോ എന്ന്. ഈ വാർത്തയ്ക്ക് പിന്നാലെ മുൻ ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ തന്നെ നേരിട്ടെത്തി വിഷയങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് ഇതിൽ സത്യാവസ്ഥ മനസ്സിലായത്. മാതൃഭൂമിയുടേത് നല്ല എണ്ണം പറഞ്ഞ വ്യാജ വാർത്തയായിരുന്നു. അതിൽ പ്രധാനമായും 2 കള്ളങ്ങളാണ് മാതൃഭൂമിയും സ്റ്റെഫിനും കൂടെ പ്ലാൻ ചെയ്തത്. ഒരേ മോഡൽ വണ്ടിക്ക് വ്യത്യസ്ത വില എന്നതായിരുന്നു അതിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കള്ളം. എന്നാൽ രേഖകൾ പറയുന്നത് അത് ഒരേ മോഡലായിട്ടുള്ള വണ്ടികളായിരുന്നില്ല എന്നതാണ്. ഫാസ്റ്റ് പാസഞ്ചറിന് വേണ്ടി വാങ്ങിയ മോഡൽ സ്പ്രിംഗ് സസ്പെൻഷനുള്ള ബസ്സും സൂപ്പർ ഫാസ്റ്റിന് വേണ്ടിയ ആ മോഡൽ എയർ സസ്പെൻഷനുള്ള ബസ്സായിരുന്നു. അതായത് 2 വ്യത്യസ്ത മോഡൽ ആയിട്ടുള്ള ബസ്സുകളായിരുന്നു. ആ വാർത്തയിലെ 2ാമത്തെ ആനക്കള്ളം ആ ബസ്സിന്റെ വിലയെ സംബന്ധിച്ച വാർത്തയാണ്. വിലയെ സംബന്ധിച്ച അവരുടെ വിശദീകരണമാണ്. മാതൃഭൂമി കാണിച്ച എക്സൽ ഷീറ്റിലുള്ള ആ നമ്പർ, ആ വില യഥാർത്ഥ രേഖകളല്ലെന്നാണ് ശ്രീ KB ഗണേഷ് കുമാർ അതിനെ തുടർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ രേഖകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സ്ഥാപിച്ചത്. മാതൃഭൂമിയുടെ ഈ വ്യാജ വാർത്ത ഫേസ്ബുക്കിൽ മാത്രം 1.5 മില്യൺ ആളുകളാണ് കണ്ടത്. എന്നാൽ ശ്രീ ഗണേഷ് കുമാറിന്റെ പത്രസമ്മേളനം അതിന്റെ പകുതി ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും മാതൃഭൂമിയും AK സ്റ്റെഫിനും ഉദ്ദേശിച്ച കാര്യത്തിൽ അവർ വിജയിച്ചു. മുൻ ഗതാഗത മന്ത്രി തെളിവുകൾ നിരത്തി ഈ വിഷയം വിശദീകരിച്ചിട്ട് ഇപ്പോൾ 48 മണിക്കൂറിലധികമായി. തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ ടീമോ ഇത് റിപ്പോർട്ട് ചെയ്ത മാപ്ര ശ്രീ AK സ്റ്റെഫിനോ ഇതുവരെ പറഞ്ഞത് എവിടെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ വാരവിചാരത്തിന്റെ പ്രത്യേക മാപ്രയുടെ തമ്മ പുരസ്കാരം മാതൃഭൂമിക്കും
AK സ്റ്റെഫിനും സമർപ്പിക്കുന്നു. ചൈനീസ് മുട്ട എന്നറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മുട്ട കേരളത്തിൽ വ്യാപകമായി ചൈനയിൽ നിന്ന് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് വ്യാജ വാർത്ത കൊടുത്ത ചാനലാണ് മാതൃഭൂമി. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും അതിന്റെ പേരിൽ ഒരു ഖേദം പോലും പ്രകടിപ്പിക്കാത്ത അശ്ലീലമാണ് ആ ചാനൽ, ആ പത്രസ്ഥാപനം എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ അവരെ സംബന്ധിച്ച് നിസ്സാരം. ഈ വാർത്തയൊക്കെ KSRTC വാർത്തയൊക്കെ അവരെ സംബന്ധിച്ച് നിസ്സാരമായ വാർത്ത മാത്രമാണ്. സംസ്ഥാനത്ത് ചൈനീസ് മുട്ട വ്യാപകമായി വിറ്റഴിക്കുന്നുവെന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ശ്രീ AK സ്റ്റെഫിനോടാണ് മാനേജ്മെന്റിന്റെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ മുതലാളിമാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി താങ്കൾ പടച്ചുവിട്ട ഈ വാർത്തയായിരിക്കാം ഈ KSRTC സംബന്ധിച്ച ഈ വ്യാജ വാർത്ത. വെറും 10 രൂപയുടെ വിവരാവകാശ രേഖ കൊടുത്ത് ഈ വിഷയം ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാനുള്ള സാവകാശം താങ്കൾക്കുണ്ടായിരുന്നു. പക്ഷെ താങ്കൾ അത് ചെയ്തില്ല. ഇതുപോലുള്ള വ്യാജ വാർത്തയൊക്കെ ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് ചോറ് വാങ്ങി തിന്നുമ്പോൾ ആ ചോറിന്റെ വറ്റ് അങ്ങയുടെ തൊണ്ടയിൽ കുടുങ്ങാതിരിക്കട്ടെ. ഓംലേറ്റും ബുൾസയും ഒക്കെ ഉണ്ടാക്കാൻ കടയിൽ നിന്നും കോഴിമുട്ട വാങ്ങുമ്പോൾ മാതൃഭൂമിയുടെ ചൈനീസ് മുട്ട ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ വാരവിചാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.